രാജ്യത്ത് വഖഫിന്റെ പേരിൽ നടന്നത് ഭൂമി കൊള്ളയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫിന്റെ പേരിൽ പല ഭൂമികളും തട്ടിയെടുത്തു. വോട്ട് ബാങ്കിന് വേണ്ടി കോൺഗ്രസ് വഖഫ് നിയമങ്ങളും മാറ്റിമറിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പട്ടിക വിഭാഗങ്ങളുടെ ഭൂമി സംരക്ഷിക്കുന്നതാണ് പുതിയ നിയമമെന്നും കോൺഗ്രസ് മതമൗലികവാദികളെ പ്രീണിപ്പിക്കുന്നുവെന്നും മോദി ആരോപിച്ചു. വഖഫിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമിയുണ്ടെന്നും വഖഫ് സ്വത്തുക്കളിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ അത് അവർക്ക് ഉപകാരപ്രദമാകുമായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ സ്വത്തുക്കളിൽ നിന്നും ഭൂമാഫിയയാണ് ലാഭം നേടിയത്. ഭേദഗതി വരുത്തിയ വഖഫ് നിയമത്തിലൂടെ പാവപ്പെട്ടവരെ കൊള്ളയടിക്കുന്നത് അവസാനിക്കും. പുതിയ വഖഫ് നിയമപ്രകാരം ഏതെങ്കിലും ആദിവാസിയുടെ ഉടമസ്ഥതയുള്ള ഭൂമിയോ സ്വത്തോ വഖഫ് ബോർഡിന് സ്പർശിക്കാൻ കഴിയില്ല. പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ ലഭിക്കും. ഇതാണ് യഥാർത്ഥ സാമൂഹിക നീതിയെന്നും പ്രധാനമന്ത്രി ഹരിയാനയിലെ ഹിസാറിൽ പറഞ്ഞു. അതേസമയം പുതിയ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ CPI സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CPI ജനറൽ സെക്രട്ടറി D. രാജയാണ് സുപ്രീംകോടതിയിൽ ഹർജി സമർപ്പിച്ചത്. വഖഫ് ഭേദഗതിക്കെതിരെ TVK അധ്യക്ഷനും തമിഴ് നടനുമായ വിജയും സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. ബില്ല് ഭരണഘടനാ വിരുദ്ധമെന്ന് കാണിച്ചാണ് ഹർജി നൽകിയത്. തമിഴ്നാട് സർക്കാരും DMKയും നേരത്തെ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരുന്നു. നാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.